വയനാട് ദുരന്തത്തിൽ പ്രാദേശിക രാഷ്ട്രീയക്കാരെ പഴിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. അനധികൃത താമസത്തിന് പ്രാദേശിക രാഷ്ട്രീയക്കാർ സംരക്ഷണമൊരുക്കി. ടൂറിസത്തിന്റെ പേരിൽ കൃത്യമായി സോണുകൾ തിരിക്കാൻ അവർ തയ്യാറായില്ല. അനധികൃത ഖനനവും പ്രാദേശിക ഭരണകൂടങ്ങളുടെ സംരക്ഷണയിലാണ് നടക്കുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ऑलरेडी जो कमेटीज़ की रिपोर्ट आई हुई है और जो फॉर्मर डीजी संजय कुमार की जो रिपोर्ट है उसको स्टेट गवर्नमेंट को अपना सबमिशन देना चाहिए। देखिए, इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और इलीगल एक्टिविटी माइनिंग नहीं होनी चाहिए, उसका एक बहुत बड़ा नुकसान वहाँ पे हुआ। हमारी ऑलरेडी गाइडलाइन है, इको सेंसिटिव जोन शुरू करने की प्रक्रिया है और इसमें भी हमने कमेटी बना रखी है। एक लंबे समय तक स्टेट गवर्नमेंट उसको अवॉइड कर रही है, उनको अवॉइड नहीं करना चाहिए। उनको संजय कुमार कमेटी के सामने जा करके फ्यूचर के में ऐसे इंसिडेंट ना हो, इसलिए इस क्षेत्र का फाइनलाइजेशन कराना। അനൂപ് ദാസ് വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, തീർത്തും അനുചിതമായ സമയത്ത് തീർത്തും അവാസ്തവമായിട്ടുള്ള കാര്യം ആഭ്യന്തരമന്ത്രി പറഞ്ഞതും അത് വലിയ തോതിൽ വിവാദമായതും അതങ്ങ് കെട്ടടങ്ങിയിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും പരിസ്ഥിതി മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് ആദ്യം പൂർണ്ണമായി പറയും. മന്ത്രി പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്തം നടന്ന സ്ഥലത്ത് അനധികൃതമായ താമസമുണ്ടായിരുന്നു. ആ താമസത്തിന് സൗകര്യമൊരുക്കി കൊടുത്തത് പ്രാദേശിക രാഷ്ട്രീയക്കാരാണ്. വയനാട്ടിലെ ഈ മേഖലയിലൊക്കെ ഈ ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചു. അതായത് കൃത്യമായി സോണുകൾ, എക്കോ സെൻസിറ്റീവ് സോണുകൾ തിരിക്കാൻ പോലും ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് പ്രാദേശിക രാഷ്ട്രീയക്കാർ അനുവദിച്ചില്ല എന്ന് മന്ത്രി പറയുന്നു. അതിനൊപ്പം തന്നെ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ അവരുടെ സംരക്ഷണയിൽ അവരുടെ സഹായത്തോടു കൂടി അനധികൃത ഖനനവും അനധികൃത താമസവും നടക്കുന്നു എന്ന് മന്ത്രി പറയുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് മന്ത്രി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എക്കോ സെൻസിറ്റീവ് സോണുകൾ, പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ആ സമിതിയുമായി സഹകരിക്കുന്നില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അതായത് ഈ മേഖലയിലാകെ മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാത്ത ഭൂമിയാണ്, അവിടെ ഖനനം പാടില്ല. അത്തരമിടങ്ങളിൽ താമസത്തിനും ഖനനത്തിനുമെല്ലാം പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും സഹായം ചെയ്യുന്നു എന്ന വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേന്ദ്ര മന്ത്രിയുടെ, വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ദുരന്തമുണ്ടായി ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ ആദ്യമായിട്ടാണ് ഈ നിലയിലുള്ള ഒരു പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അനൂപാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രാദേശിക ഭരണകൂടത്തെ എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭരണകൂടത്തെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പഴി. എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് സോണുകളിൽ തിരിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ കേരളം പാലിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള കുറ്റപ്പെടുത്തൽ കേരളത്തിന് നേരെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ഭാഗത്തു നിന്ന്. അതായത് അനൂപ്, സ്വാഭാവികമായിട്ടും ഇതെല്ലാം അതായത് നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ടാണെങ്കിൽ പൂർണ്ണമായും കേന്ദ്രം ഇതിൽ നിന്ന് പൂർണ്ണമായും കൈയൊഴുകിയാണോ? കേരളത്തെ പഴിക്കുന്നുണ്ട്, മറ്റു തദ്ദേശ ഭരണകൂടങ്ങളെ പഴിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. കൈയൊഴുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ നേരത്തെയുള്ള മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടാണെങ്കിൽ, അതല്ലെങ്കിൽ അതിനുശേഷമുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ടാണെങ്കിൽ, ഈ റിപ്പോർട്ടുകളൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ BJP ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് എഴുതി ചേർത്തിരുന്നു. അതായത് അത്തരം വാഗ്ദാനങ്ങളെല്ലാം നൽകിയിട്ടാണ് അധികാരത്തിലേക്ക് വന്നത്. 10 വർഷം പിന്നിടുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വയനാട്ടിലെ ദുരന്തം തടയുന്നതിന് ഗുണപരമായ ഒരു കാര്യമാണോ അല്ലയോ എന്നൊക്കെ ചർച്ചകൾ വേറെ നടക്കട്ടെ. പക്ഷേ പരിസ്ഥിതി സംരക്ഷണത്തിന് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നത്. അവർ എന്ത് ചെയ്തു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ, പ്രാദേശിക രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന നിലയിലുള്ള തരത്തിലൊരു പ്രസ്താവന വരുന്നത്. അത് ഉറപ്പായും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം, കഴിഞ്ഞ കാലത്തെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണെങ്കിൽ, അതല്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നപ്പോഴാണെങ്കിൽ ഒക്കെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ റിപ്പോർട്ടുകൾക്കെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച കാഴ്ച ഉണ്ടായിരുന്നു. വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ അക്രമ സംഭവങ്ങളുടെ എല്ലാം ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ ദുരന്തം നടന്നത്. അന്ന് ആ അക്രമത്തിന് നേതൃത്വം നൽകിയ, അതല്ലെങ്കിൽ ഈ അനധികൃത കയ്യേറ്റക്കാർക്ക്, അനധികൃത ഖനനത്തിനെല്ലാം സംരക്ഷണം നൽകിയ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് കാരണമെന്ന് പറഞ്ഞ് വെക്കുകയാണ് മന്ത്രി ചെയ്യുന്നത്.
അനൂപ്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അലേർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം നമ്മൾ കേട്ടു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഭാഷയിൽ തന്നെ അദ്ദേഹം മറുപടി നൽകുന്നത് നമ്മൾ കേട്ടു. അതിനൊക്കെ അതായത് അദ്ദേഹം ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയില്ല എന്നൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇതിനൊക്കെ ഉണ്ടാകുന്നൊരു തുടർച്ചയെന്നോണം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ടല്ലോ ഇപ്പോൾ വനം പരിസ്ഥിതി മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ ഒരു പ്രതികരണവും. രണ്ട് സംഭവമായിട്ട് കാണണമെന്ന് തോന്നുന്നു. കാര്യം രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവന അവാസ്തവമാണ് എന്ന് പിന്നീട് തെളിഞ്ഞതാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 29-ാം തീയതി ഓറഞ്ച് അലർട്ട് ആയിരുന്നു. 30-ാം തീയതി രാവിലെ 6 മണിക്കാണ് റെഡ് അലർട്ട് നൽകിയത്. അതായത് ഈ ദുരന്തത്തിന് ശേഷമാണ് റെഡ് അലർട്ട് നൽകിയതെന്ന് വളരെ കൃത്യമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഫാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ അവകാശ ലംഘന നോട്ടീസ് സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അമിത്ഷാക്കെതിരെ കോൺഗ്രസും CPIയും നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ അതിനോട് ചേർത്ത് വെച്ച് ഇത് പറയുമ്പോൾ നേരത്തെ തന്നെ കഴിഞ്ഞ കോൺഗ്രസ് UPA സർക്കാരിലെ വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശിന് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുകൂലമായ സമീപനമായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയും ഇത്തരം റിപ്പോർട്ടുകൾ നടപ്പിലാക്കണം, പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന നിലപാടുള്ള ആളാണ്. അതേസമയം തന്നെ താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ ആ റിപ്പോർട്ടുകൾ നടപ്പിലാക്കാൻ പറ്റില്ല എന്നതിൻ്റെ അത് നടപ്പിലാക്കുന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒരു വിഷയമായി നിൽക്കുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർ നേരിട്ട് പോയി ജനങ്ങളെ കാണുകയും അവരോട് സംസാരിക്കുകയും സർക്കാരിനെതിരെ ഒപ്പം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെയൊക്കെയാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അനധികൃത ഖനനത്തിനും മറ്റു കയ്യേറ്റത്തിനും ടൂറിസത്തിനുമായൊക്കെ ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടുകൊണ്ട് അതിനൊക്കെ ഒരു അനുമതി നൽകുന്നതാണ് ഇത്തരത്തിലൊരു ദുരന്തത്തെ വിളിച്ചു വരുത്തിയ തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ വിഷയം